Yes. Yes, let's start. Start ചെയ്യാലോ. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഹലോ ഹലോ എന്തെങ്കിലും പറയൂ. മാം ഓക്കെ ഹെൽത്ത് ഒക്കെ ഓക്കെ. ചുമയുണ്ട് കുറച്ച്. ചുമ അത്ര പെട്ടെന്ന് മാറില്ലല്ലോ. നമുക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ചുമ മാറുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മുഴുവൻ മാറാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊന്നും ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് ഷോ മസ്റ്റ് ഗോ ഓൺ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ വേഗം വേഗം നടക്കണം. നിങ്ങളുടെ എന്താ പറയാ PG കോഴ്സ് ഒക്കെ വിതിൻ ടൈം, ആ ടൈം ഉണ്ടല്ലോ, നമുക്ക് ടൈം ഡ്യൂറേഷനിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താ പറയാ ജോലിക്കാരായിട്ട് വേഗം വേഗം ജോലിക്ക് കയറണം, ഇതൊക്കെയാണ് ആഗ്രഹം. സോ അതുകൊണ്ട് നമുക്കവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. സോ നമ്മുടെ പോർഷൻസ് ഒക്കെ കവർ ചെയ്യാന്നുള്ള ലക്ഷ്യമുണ്ട്. ഒരു ദിവസമൊക്കെ നമ്മൾ 2 ദിവസം റെസ്റ്റ് ചെയ്തു. ഇനിയൊക്കെ പതിയെ പതിയെ ഓക്കെ ആയിക്കോളും. ഓക്കെ. യെസ്. അപ്പൊ നിങ്ങൾക്കൊക്കെ സുഖാണല്ലോ അല്ലെ? ഒരു ദിവസം നമ്മളുടെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്ലാസ് ആണ് മിസ്സായി. നമുക്കതൊക്കെ മേക്കപ്പ് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പൊ സുഖമായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ആണല്ലോ നിങ്ങൾ എല്ലാവരും? സേഫ് ആയിട്ടിരിക്കുക, കെയർ ചെയ്യുക സ്വന്തമായിട്ട്. കാരണം പഠിക്കുകയും അതുപോലെ തന്നെ എക്സാം എഴുതുകയും ഒക്കെ വേണം. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ ആദ്യമായിട്ട് ക്രിസ്റ്റീന ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്തേ? ഞാൻ എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണോ? അതെന്താ മുമ്പത്തെ ക്ലാസ്സിലൊന്നും കയറിയില്ല? ജോയിൻ ചെയ്തത് ലേറ്റ് ആയിട്ടാണോ? യെസ്. സോ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ എടുത്ത ഭാഗമൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാട്ടെ. കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ക്ലാസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹൗ ടു അക്വയർ എംപ്ലോയീസ് അല്ലെ? ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽസിനെ ബേസ് ചെയ്ത് ആണ്. എല്ലാ ഹോസ്പിറ്റൽസ് മാത്രമല്ല, ഏത് ബിസിനസ് ഓർഗനൈസേഷൻസ് നമ്മൾ എടുത്താലും വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് അക്വയറിംഗ് എംപ്ലോയീസ്? ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് നമുക്ക് പുതിയ എംപ്ലോയീസിനെ നമുക്ക് കിട്ടും? അതിന്റെ സ്രോതസ്സുകൾ, സോഴ്സസ് ഓഫ് അക്വയറിംഗ് എംപ്ലോയീസ് ആണ്. ഏതൊക്കെ സോഴ്സുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, എംപ്ലോയീസിനെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സോഴ്സസിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്കിൽ നിന്ന് നമ്മൾ പറഞ്ഞു. എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് എന്ന് പറയുമ്പോൾ ദർ മേ ബി എന്താ പറയാ ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ് വിച്ച് ഈസ് റിസീവ്ഡ് by many applicants. അതായത് ഒരുപാട് applicants when there is no need of, that means when there is no advertised vacancies, അതായത് ഏതെങ്കിലും തരത്തിൽ പരസ്യം ചെയ്ത വേക്കൻസീസ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാതെ തന്നെ എന്താ കുറെ ആപ്ലിക്കേഷൻസ് ഒരു ഓർഗനൈസേഷനിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ they can select from that applications. ആ ആപ്ലിക്കേഷൻസിൽ നിന്ന് നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കറന്റ് ആയിട്ടുള്ള വേക്കൻസീസ് ഫിൽ ചെയ്യാനായിട്ട് we can make use of that applications. ആ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്. അപ്പൊ ഇല്ലേ നമ്മളിപ്പോ അഡ്വർടൈസിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, ഇന്ന ഇത്ര ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര നമ്പർ ഓഫ് വേക്കൻസി ഉണ്ട്, ഇന്നതുള്ള ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ കൊടുക്കാതെ തന്നെ ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ആപ്ലിക്കേഷൻസ് ഇങ്ങനെ ഓരോ ഓർഗനൈസേഷൻസിൽ വരാറുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽസിൽ വരും. ഇപ്പൊ ഉദാഹരണത്തിന് നഴ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ, ഫ്രഷേഴ്സ് അല്ലെ, അവരുടെ പ്രാക്ടിക്കൽ നോളജ് ഒക്കെ കഴിഞ്ഞ് പ്രാക്ടീസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് എന്നാണ് അതിന് പേര്. ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, they will apply for any post. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ആ നഴ്സിംഗിന്റെ പോസ്റ്റിലേക്ക് അവർ അപ്ലൈ ചെയ്യും. അപ്പൊ അവിടെ എന്താ പറയാ, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇന്ന വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മളുടെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ പ്രാക്ടിക്കൽ നോളജും കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റേജ് എന്താ, we have to get some job അല്ലെ, നമുക്ക് നഴ്സിംഗ് സംബന്ധമായിട്ടൊരു ജോലി കിട്ടണം എന്നാണ്. അപ്പൊ ആ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഹോസ്പിറ്റൽസിൽ പോയിട്ട് നമ്മളുടെ ഒരു ആപ്ലിക്കേഷനും ഒരു റെസ്യൂമെയും നമ്മൾ അവിടെ എന്ത് ചെയ്യും, സബ്മിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ whenever the vacancy occur,
ആ സമയത്ത് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടേക്കും. അപ്പൊ whenever the vacancy occur, the hospitals or such organizations, ഹോസ്പിറ്റൽസിൽ മാത്രമല്ല പല ബിസിനസ് സ്ഥാപനങ്ങളിലും അങ്ങനെ കൊടുക്കുന്നുണ്ട്. ടീച്ചേഴ്സ് സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട്. ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു, അതിന്റെ പ്രാക്ടിക്കലും കഴിഞ്ഞ് കഴിയുമ്പോൾ ടീച്ചേഴ്സ് ആയിട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പല പല അടുത്തുള്ള സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യും, കൊണ്ടുകൊടുക്കും അല്ലെ. അപ്പൊ ആദ്യമൊക്കെ നമ്മളുടെ എന്താ പറയാ ചിലപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ആയിരിക്കും നമ്മൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാം. മറ്റു സ്ഥലത്ത് കിട്ടണമെങ്കിൽ PSC എക്സാംസ് ഒക്കെ എഴുതണം അല്ലെ, കുറെ കടമ്പകൾ വേറെയുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് അതിൽ നിന്നൊരു എക്സ്പീരിയൻസ്, ഫോർ ദ എക്സ്പീരിയൻസ് പർപ്പസ്, എക്സ്പീരിയൻസിന് വേണ്ടി ടീച്ചേഴ്സ് അങ്ങനെ കൊണ്ടുപോയി പല സ്കൂളുകളിലും എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻസ് കൊടുക്കും. അപ്പൊ ഇതൊക്കെ അവിടെ ഇങ്ങനെ കമ്പൈൽ ചെയ്ത് കിടക്കുന്നുണ്ടാവും, കുന്നുകൂടി കിടക്കുന്നുണ്ടാവും. ആ ആപ്ലിക്കേഷൻസിൽ നിന്ന് റെഫർ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വേക്കൻസീസ് ഒക്കെ ഫിൽ ചെയ്യാനായിട്ട് അത്തരം ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു. ആ ഒരു രീതി, അതാണ് ഫസ്റ്റ് സോഴ്സ്, എക്സിസ്റ്റിംഗ് ഡാറ്റാ ബാങ്ക്. അതായത് പുറത്തേക്ക് നമ്മൾ ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല, നമ്മളുടെ കയ്യിലുള്ള ആപ്ലിക്കേഷൻസ് റെഫർ ചെയ്ത് നോക്കുന്നു, അവരെ നമുക്ക് കിട്ടുമെന്ന് നോക്കും, കോൺടാക്ട് ചെയ്ത്. കാരണം ഓൾ ദ ഡീറ്റെയിൽസ് വിൽ ബി ദർ ഇൻ ദാറ്റ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷനിൽ ബയോഡാറ്റ ഉണ്ട്, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും, കോൺടാക്ട് ചെയ്യാനുള്ള രീതികളൊക്കെ ഉണ്ടായിരിക്കും. സോ അങ്ങനെ കോൺടാക്ട് ചെയ്ത് അവര് ഇപ്പോഴും അവർക്ക് ജോലി കിട്ടിയിട്ടില്ല, അവർ ബില്ലിംഗ് ആണ് എങ്കിൽ അങ്ങനെ നമുക്ക് എക്സിസ്റ്റിംഗ് ഡാറ്റാ ബാങ്ക് ഉദ്ദേശിക്കുന്നതാണ്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞതാണ് പേഴ്സണൽ റെഫറൻസ് ടു ദ മാനേജ്മെന്റ് ഓർ സ്റ്റാഫ്. അതായത് നമ്മുടെ ഇഫ് എനി വേക്കൻസി ഒക്കെ നമ്മുടെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലും ഹോസ്പിറ്റൽസിലായിക്കോട്ടെ മറ്റേത് ഓർഗനൈസേഷനിലാണെങ്കിലും വേക്കൻസീസ് ഉണ്ടാകുമ്പോൾ ഇറ്റ് വിൽ ബി നോട്ടിഫൈഡ് ടു ദ മാനേജേഴ്സ് ഓഫ് സ്റ്റാഫ്. അവിടെയുള്ള ആ ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ, അവിടുത്തെ മാനേജ്മെന്റിനും സ്റ്റാഫിനും ഒക്കെ എന്ത് ചെയ്യുന്നു, ത്രൂ ഇന്റേണൽ സർക്കുലേഴ്സ് ഓർ മെമ്മോ വഴിയോ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ചില സർക്കുലേഴ്സ് എഴുതി തയ്യാറാക്കിയ എന്തെങ്കിലും ഒരു ഫോർമാറ്റില് അതിങ്ങനെ അവിടെ അതിന്റെ ഉള്ളിൽ തന്നെ, ദാറ്റ് മീൻസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ആണ്, ഇന്റേണൽ സർക്കുലർ ആണ്, എക്സ്റ്റേണൽ ആയി പുറത്തേക്ക് വിടുന്നില്ല, അകത്ത് തന്നെ സപ്ലൈ ചെയ്യുന്നു, അതായത് പബ്ലിഷ് ചെയ്യുന്നു, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന വേക്കൻസീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെ അറിയിക്കലാണ്, ഇൻഫോർമേഷൻ ആണ്. ആ ഇൻഫോർമേഷൻ ഈ മാനേജ്മെന്റിനോ സ്റ്റാഫിനോ ഒക്കെ എന്ത് ചെയ്യുന്നു, അവർ പ്രൊവൈഡ് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ട്, ടു ഇന്റിമേറ്റ് അബൌട്ട് ദാറ്റ് വേക്കൻസി, ആ വേക്കൻസി ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇന്റിമേറ്റ് ചെയ്യാനാണ്. മാത്രമല്ല ആൻഡ് ഓൾസോ ടു ഫോർസീ ദ ചാൻസസ് ഓഫ് റിക്രൂട്ട്മെന്റ് ബൈ ദയർ ഫ്രണ്ട്സ്. അപ്പൊ ഈ ഇതിന്റെ ആ ഇന്റിമേഷൻ കൊടുക്കുന്നതിലൂടെ അവിടെ ഓർഗനൈസേഷൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, ഇവിടെ നിലവിലുള്ള സ്റ്റാഫുകള് അവരുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ അതുപോലെ വെൽവിഷേഴ്സിനെയോ ഒക്കെ എന്ത് ചെയ്യും, എന്താ പറയാ, സജസ്റ്റ് ചെയ്യും. എന്റെ കയ്യില് ഒരു ആളുണ്ട്, ആള് ഇങ്ങനെ ഇന്ന കാര്യം പഠിച്ച ആളാണ്, സോ ആള് ക്വാളിഫൈഡ് ആണ്, നമുക്ക് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം. ഇപ്പൊ എന്നോട് ഇങ്ങനെ പറയാണ് ടീച്ചേഴ്സ്, ഞാൻ ഉദാഹരണമൊക്കെ പറഞ്ഞതാണ് അല്ലെ, എക്സാമ്പിൾ ഒക്കെ പറഞ്ഞതല്ലേ, കുറച്ച് വയ്യായി ഉണ്ടായതുകൊണ്ട് അത്രയധികം ക്ലിയർ ആയി എന്നൊന്നും എനിക്കറിയില്ല, മനസ്സിലായി എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി വെറുതെ ഒന്ന് പറയുന്നു മാത്രം. അപ്പൊ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ഇൻഫോം ചെയ്യാണ്, ടീച്ചർ ഇവിടെ ഒരു ടീച്ചറിന്റെ വേക്കൻസി ഉണ്ട്, സോ നമുക്ക് അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മളുടെ കയ്യിൽ നമുക്ക് അങ്ങനെ അറിവുള്ള, നമ്മൾ ചിലപ്പോൾ എന്റെ സ്വന്തക്കാരായിരിക്കാം, ചിലപ്പോ എന്താ പറയാ എന്റെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ ആ ആളും കൂടി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഒരു ജോലി എന്ന് പറയുന്നത് ഒരു ഇൻകമിന് വേണ്ടി മാത്രമല്ല, ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്, അല്ലെ ഒരു ബെറ്റർ കരിയറിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുക, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അല്ലെ. അപ്പൊ എനിക്ക് ആ ആളും കൂടി നന്നായിക്കോട്ടെ, ആൾക്കൊരു ജോലി എന്ന് പറഞ്ഞ ആളും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ, സോ ആൾക്കൊരു ജോലി ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന എന്റെ ഒരു വെൽ വിഷർ ആയിരിക്കാം. സോ എങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ മേ സജസ്റ്റ് ദം ടു ദ ഓർഗനൈസേഷൻ. അത് അങ്ങനെ ഒരാളുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷനെ സജസ്റ്റ് ചെയ്യുന്നു. സോ അവർക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ആ ആളോടും അതുപോലെ തന്നെ പറയും അല്ലെ, എന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ടിനോട് പറയുന്നത് അവിടെ വേക്കൻസി ഉണ്ട്, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, സോ യു മേക്ക് സം ആപ്ലിക്കേഷൻ. അപ്പൊ നീ എന്ത് ചെയ്യും, ഒരു ആപ്ലിക്കേഷൻ റെസ്യൂമെ ഒക്കെ ഒന്ന് കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇന്റിമേഷൻ അതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലും എന്ത് ചെയ്യാം, നമുക്ക് പുതിയ പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാം അല്ലെ, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് എല്ലാവരും എന്താ പറയാ, എല്ലാവർക്കും അങ്ങനെ പബ്ലിഷ് ചെയ്യുമ്പോൾ എവിടെന്നെങ്കിലും എന്തായാലും വേക്കൻസി ഫിൽ ചെയ്യാനുള്ള ആളുകളെ കിട്ടും. കാരണം ഒരുപാട് ആളുകൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നില്ലേ, അപ്പൊ അവിടുത്തെ ആ ഒരു വേക്കൻസി ഫിൽ ചെയ്യാൻ ചിലപ്പോൾ അവിടെയുള്ള ആളുകളിൽ തന്നെ ഇത്തരം സർക്കുലാർസ് ഇഷ്യൂ ചെയ്തിട്ട് അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് മേക്ക് അപ്പോയിന്റ്മെന്റ്സ്, അങ്ങനെയുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അങ്ങനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ വിൽ നോട്ട് മേക്ക് എ റോങ് സജഷൻ, അല്ലെങ്കിൽ റോങ് റെക്കമെൻഡേഷൻസ് നമ്മൾ നടത്തില്ല. ഇപ്പൊ എനിക്കൊരു ആളെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ ചിലപ്പോ
എന്താ പറയാ ആ ആളില് എനിക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഐ മേ നോട്ട് സജസ്റ്റ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ടു ദ ഓർഗനൈസേഷൻ. ഞാൻ ആ ആളെ ചിലപ്പോ ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഓർഗനൈസേഷനിലേക്ക് പരിചയപ്പെടുത്തില്ല. കാരണം എന്താ, ചിലപ്പോ ആളിൽ കാണുന്ന ചില എന്തെങ്കിലും നെഗറ്റീവ്സ് ആയിരിക്കാം. അത് എനിക്ക് ഒരു എന്താ പറയാ എന്റെ ഇമേജിന് ടാർണിഷിങ് വരുന്ന രീതിയിൽ, എന്റെ ഇമേജിനെ കോട്ടം വരുന്ന രീതിയിൽ അത് ആകാൻ സാധ്യതയുണ്ട്. സോ ബെറ്റർ അത് വേണ്ട, ആള് വേണ്ട എന്ന്. ചിലപ്പോ എന്റെ ഫ്രണ്ട് ഒക്കെ ആയിരിക്കാം, പല രീതിയിലും ബന്ധം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ റിലേറ്റീവ് ആയിരിക്കാം, ആൾക്ക് ജോലിയില്ല, ജോലി കിട്ടിക്കോട്ടെ, ഒരു നല്ല കാര്യമല്ലേ ഞാനായിട്ട് കിട്ടുന്നത്, ശരി ഓക്കെയാണ്. പക്ഷേ ഇഫ് ദർ ഈസ് എനി നെഗറ്റീവ് റിമാർക്ക് ഇൻ ദാറ്റ്, ആ ഒരു ആളെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതിലൂടെ ആ ആൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും നെഗറ്റിവിറ്റി ഇറ്റ് മേ അഫക്ട് അസ്, ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആ റെക്കമെൻഡ് ചെയ്യുന്ന ആളുടെ ഇമേജിനെ ചിലപ്പോൾ അത് കോട്ടം വരുത്താനായിട്ട് സാധ്യത. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യില്ല, തീർച്ചയായിട്ടും ഓർഗനൈസേഷനിലേക്ക് പരിചയപ്പെടുത്തോ ഇല്ല. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഓർഗനൈസേഷനെ സംബന്ധിച്ച്. ഇപ്പൊ എനിക്ക് അത്രയും വ്യക്തമായിട്ട് നല്ല ആളാണ്, അങ്ങനെ വ്യക്തത ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു പേഴ്സണെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ, അല്ലെ? അപ്പൊ ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഓർഗനൈസേഷന്. ബിക്കോസ് നല്ല ആളുകളെ നോക്കിയേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സജസ്റ്റ് ചെയ്യുള്ളൂ. മോശം ആളുകളെ നമ്മൾ സജസ്റ്റ് ചെയ്യോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചെയ്യോ? അവിടെ വരെയാണ് നമ്മൾ എടുത്തത്, ആ 2 പോയിന്റ്സ് ആണ് എടുത്തത്. സോ ആ 2 പോയിന്റ്, അപ്പൊ ദീസ് ആർ ദ 2 വേസ്. അപ്പൊ നമ്മൾ എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്കിലെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് വി ക്യാൻ മേക്ക് സം അപ്പോയിന്റ്മെന്റ്സ് ടു ഫിൽ ദ വേക്കൻസീസ്. ആൻഡ് ഓൾസോ അനദർ മെത്തേഡ് ഈസ് ടു ഇൻട്രൊഡ്യൂസ് പേഴ്സണൽ റെഫറൻസ് ബൈ മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ്. മാനേജ്മെന്റും സ്റ്റാഫും പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള ആളുകളെ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, വെൽവിഷേഴ്സ്, അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അണ്ടർലൈൻ ഒക്കെ ചെയ്തതല്ലേ? ചെയ്തതാണല്ലോ അല്ലെ? തേർഡ് പോയിന്റ്, നോട്ടീസ് ബോർഡ് ഫോർ പബ്ലിക് ആൻഡ് പേഷ്യൻസ്. Then the another method for notifying the vacancies in an organization such as hospital is by displaying details according to the vacancy in front of the hospital. ഹോസ്പിറ്റലിന്റെ മുൻവശത്ത്, അതായത് ഫ്രണ്ട് ഓഫീസിന്റെ അടുത്തോ അല്ലെങ്കിൽ മുൻപിലോ ഒക്കെ എന്ത് ചെയ്യുക, ഒരു അഡ്വർടൈസ്മെന്റ്, ഒരു എന്താ പറയാ വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ആ വേക്കൻസിയുടെ ഡീറ്റെയിൽസും ആർക്ക്, ടു ദ പബ്ലിക്, പബ്ലിക്കിന് എല്ലാം കാണുന്ന രീതിയിൽ നോട്ടിഫൈ ചെയ്യുന്ന ഒരു പ്രാക്ടീസ്. അത് ആ ഒരു രീതി അതിനെയാണ് നമ്മൾ നോട്ടീസ് ബോർഡ് ഫോർ പബ്ലിക് ആൻഡ് പേഷ്യൻസ് എന്ന് വിളിക്കുക. കാരണം ഡേ ബൈ ഡേ വി ക്യാൻ സീ എ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ആൻഡ് ഓൾസോ ദെയർ റിലേറ്റീവ്സ് ആർ വിസിറ്റിംഗ് ദ ഹോസ്പിറ്റൽ. നോ അല്ലെ? ശരിയല്ലേ? ഒരു ദിവസത്തിൽ എത്ര ആളുകൾ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ കൊണ്ടുവരുന്നു, പേഷ്യൻസിന്റെ കൂടെ വരുന്നു, അല്ലെങ്കിൽ പേഷ്യൻസിനെ കാണാൻ വേണ്ടി വരുന്നു, അഡ്മിറ്റഡ് ആയിട്ടുള്ളവരെ, അല്ലെ? ഇങ്ങനെ എത്ര ആളുകൾ വരുന്നു, അല്ലെ? അപ്പൊ ഇവരെല്ലാവരും they will go through these advertisements. ഈ പറഞ്ഞ് ഫ്രണ്ടില് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ ആളുകളുടെ ശ്രദ്ധയിൽ പെടും, അല്ലെ? വരുന്നവരായിക്കോട്ടെ, പോകുന്നവരായിക്കോട്ടെ. അപ്പൊ ഹൺഡ്രഡ്സ് ഓഫ്, അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് അല്ല, ചിലപ്പോൾ തൗസൻഡ്സ് ഓഫ്, അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ ഹോസ്പിറ്റലിന്റെ ഏകദേശം ഒരു വലിപ്പമൊക്കെ അനുസരിച്ച് ചിലപ്പോ ഓരോ ദിവസവും ദിനം പ്രതി 10,000 ആളുകളൊക്കെ വന്ന് കയറി ഇറങ്ങി പോകുന്നുണ്ട്. സോ when they walk in and walk out, it will be displayed. അതായത് അവര് അകത്തോട്ട് പോകുമ്പോഴും പുറത്തോട്ട് പോകുമ്പോഴും ഒക്കെ ഡെയിലി ബേസിസിലൊക്കെ ചില ആളുകളൊക്കെ വന്ന് പോകുന്നുണ്ട്. അപ്പൊ കുറെ ദീർഘകാലമൊക്കെ അഡ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെ ശുശ്രൂഷിക്കാനോ അവരെ നോക്കാനോ വൈസ് സ്റ്റാൻഡേഴ്സ് ഒക്കെ ആയിട്ട് വന്നു പോകുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാ ദിവസവും ഇവർ വന്ന് കണ്ടൊക്കെ പോകുന്നു. അപ്പോ അങ്ങനെ വരുമ്പോ ടാലന്റഡ് ആയിട്ടുള്ള എന്താ പറയാ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ they may also make use of this advertisement. ഇതൊരു പരസ്യമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് അങ്ങനെ എന്ത് ചെയ്യാം, ആൾക്കാരെ കൊണ്ട്, ഈ വന്നു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ പരസ്യം കാണുന്ന ആൾക്കാരെ കൊണ്ട് ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാനുള്ള മറ്റൊരു മാർഗമായിട്ട് എന്ത് ചെയ്യും, അത് നോട്ടീസ് ബോർഡ് പബ്ലിക്കേഷൻസ് സ്വീകരിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ എല്ലാ ഡാറ്റയും അതുപോലെ തന്നെ ഡീറ്റെയിൽസും അക്കോർഡിംഗ് ടു ദ വേക്കൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഒരു ടാർഗറ്റഡ് നമ്പർ ഓഫ് ജോബ് ആസ്പിരൻസിനെ നമുക്ക് റെക്കഗ്നൈസ് ഈ ഒരു അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനും അവരിൽ നിന്ന് അപ്ലിക്കേഷൻസ് സ്വീകരിക്കാനും പറ്റും. അത് ഇറ്റ്സ് ദ അനദർ വേ, മറ്റൊരു രീതിയാണ് എംപ്ലോയീസിനെ അക്വയർ ചെയ്യാനുള്ള മറ്റൊരു രീതി. ഏതാണ്? നോട്ടീസ് ബോർഡ് ഫോർ പബ്ലിക് ആൻഡ് പേഷ്യൻസ്. ക്ലിയർ ആയോ? തേർഡ് വൺ മനസ്സിലായോ? ഒന്ന് ജസ്റ്റ് വേഗം വായിച്ചു നോക്കിയേ. അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് പറയാം. അതൊരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് രീതിയാണ് കേട്ടോ. കാരണം അവിടെ തന്നെ പബ്ലിഷ് ചെയ്തേക്കാണല്ലോ. അപ്പൊ എന്ത് ചെയ്ത് കാണുന്നവര് വേഗം. അപ്പൊ അത്ര എന്താ പറയാ വരുന്ന ആപ്ലിക്കേഷൻസ് പുറത്തുനിന്നൊക്കെ കൊടുത്ത്
വലിയ ആഡൊക്കെ കൊടുത്ത് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് മിനിമൈസ് ചെയ്യാം. അതിന്റെ കുറെ ചെലവൊക്കെ കുറച്ചിട്ട് ഒരു രീതിയാണ്, ഒരു മിനിമൈസ്ഡ് കോസ്റ്റിൽ വി ക്യാൻ ഇഷ്യൂ ദാറ്റ് പബ്ലിക്കേഷൻ. അത്തരം പബ്ലിക്കേഷൻസ് നമുക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു രീതിയാണ് നോട്ടീസ് ബോർഡ് ഫോർ പബ്ലിക് ആൻഡ് പേഷ്യൻസ് ഓൾസോ. അപ്പൊ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇതാ, എ പ്രാക്ടീസ് ഓഫ് നോട്ടിഫൈയിങ്, അവിടെ തുടങ്ങി മതി. സെന്റൻസിന്റെ ബിഗിനിങ് വി ക്യാൻ ഫോളോ എന്നുള്ളത് വേണ്ട. എ പ്രാക്ടീസ് ഓഫ് നോട്ടിഫൈയിങ് ദ വേക്കൻസീസ് ടു ദ പബ്ലിക് ബൈ ഡിസ്പ്ലേയിങ് ദ ഡീറ്റെയിൽസ് ഇൻ ദ പബ്ലിക് നോട്ടീസ് ബോർഡ് ഇൻ ദ ഫ്രണ്ട് ഓഫീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഫസ്റ്റ് സെന്റൻസ് അതാണ്. പിന്നെ ഈ ഒരു മീഡിയ, ഈ ഒരു അഡ്വർടൈസ്മെന്റ് മാധ്യമത്തിലൂടെ നമുക്ക് എന്താ പറയാ, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ടാർഗറ്റഡ് നമ്പർ ഓഫ് ആസ്പിരൻസിനെ വി ക്യാൻ ഫൈൻഡ് ഔട്ട്, കണ്ടെത്താൻ സാധിക്കും. അത് ലാസ്റ്റ് സെന്റൻസ്, ദ എഫേർട്ട് ഓഫ് സ്കോറിംഗ് ദ ബയോഡാറ്റാസ് ഓഫ് ദ റിക്വയർഡ് ടാലന്റ്സ് ക്യാൻ ബി മിനിമൈസ്ഡ്. ഒരുപാട് ഇപ്പൊ ഒരു 10 വേക്കൻസി ഉണ്ടായിട്ട് ഒരു 1000കണക്കിന് ആപ്ലിക്കേഷൻസ് വരുന്നതിനേക്കാൾ നല്ലത് ആ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അവിടെ വന്നു പോകുന്നവരാണ്. ഏകദേശം ഒരു 10ഓ 1000ഓ ആൾക്കാരൊക്കെ വന്നു പോകുന്നത്. അത്രയും ആപ്ലിക്കേഷൻസേ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. മറ്റേതാകുമ്പോ 10, 3000, 4000 ആപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യത വല്ല എന്താ പറയാ മീഡിയാസിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ. അപ്പൊ അതിനേക്കാൾ ആ ഒരു എഫേർട്ട് നമുക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ട് ഇത്തരം അഡ്വർടൈസ്മെന്റ് രീതി ഹെൽപ്പ് ചെയ്യുന്നതാണ് ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഞാൻ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ. എവിടെയോ എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ടിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയണേ. ഓൺ മ്യൂട്ട് കൊടുത്തു. എന്തോ ഒരു സൗണ്ട് വന്നല്ലേ? ഞാനും കേട്ട്, ഇപ്പഴേ കേട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ, സോറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? തേർഡ് പോയിന്റ്. സോ നെക്സ്റ്റ് എന്താ പറയാ, ഒരു എംപ്ലോയീസിനെ അക്വയർ ചെയ്യുന്ന മറ്റൊരു രീതി നമുക്ക് നോക്കാം. ത്രൂ CCTV ഇൻസ്റ്റാൾഡ് ഇൻ ഓൾ ഫ്ലോർസ്. എല്ലാ ഫ്ലോറുകളിലും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന CCTV-കളിലൂടെ. അതെങ്ങനെയാ CCTVസിലൂടെ എങ്ങനെ പറ്റും എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഇത്തരം TVസിലൊക്കെ നമുക്കറിയാം CCTV എന്ന് പറയുന്നത് TV കണക്റ്റഡ് ആണെങ്കിൽ ആ TVയിൽ എന്താ പറയാ നമുക്ക് ചെന്നിരിക്കുമ്പോ വന്നു പോകുന്നവര് ഒക്കെ എല്ലാ ഫ്ലോറിലും ഒക്കെ ഇങ്ങനെ TVs ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. വെയിറ്റിംഗ് റൂമിന്റെ അവിടെ, വെയിറ്റിംഗ് സ്ഥലത്ത്, പിന്നെ റിസപ്ഷൻ ഏരിയാസില്, പിന്നെ OP കൗണ്ടേഴ്സില്, ഡോക്ടേഴ്സിനെ നമ്മൾ കൺസൾട്ട് ചെയ്യാനിരിക്കുന്ന വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, പിന്നെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ അവിടെയൊക്കെ കൗണ്ടേഴ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. CCTVs ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ CCTVയിൽ എന്തായിരിക്കും കാണിക്കുക? അവിടെ ന്യൂസ് മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നതിന്റെ ഇടയിൽ കൂടി ഹോസ്പിറ്റൽസിന്റെ ഫെസിലിറ്റീസ്, മേജർ ആയിട്ടുള്ള അവിടുത്തെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, മേജർ ഡോക്ടേഴ്സ് ആരൊക്കെയാണോ അവര്, ഇതൊക്കെ ആ ഒരു ഇതിനകത്ത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ആ ഹോസ്പിറ്റലിന്റെ കുറെ കാര്യങ്ങളൊക്കെ അവര് എന്ത് ചെയ്യും? കാരണം അതൊരു ആഡ് ആണ് ശരിക്കും. ആ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ്, വാട്ട് ഔട്ട് ഫെസിലിറ്റീസ് ആർ provided, which are the main doctors, specialized doctors in category സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവർ ആരാണ്, ഇതെല്ലാം ഡ്യൂറിങ് ഇന്റർവെൽസിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഇൻ ബിറ്റ്വീൻ ആൻഡ് ഈ ബിറ്റ്വീനിൽ, അതായത് നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ്, മേജർ ഡോക്ടേഴ്സിന്റെ കാര്യങ്ങള്, അതുപോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നതിനോടൊപ്പം ഇടയ്ക്കിടയ്ക്കായിട്ട് എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ ഓൾസോ ഡിസ്പ്ലേ സം എന്താ പറയാ സം വേക്കൻസീസ്. ഇതുപോലുള്ള വേക്കൻസീസ് ഒക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? അവര് അത് ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെ വരുമ്പോ ഇത് വാച്ച് ചെയ്യുന്നു. അവിടെ വന്നിരിക്കുന്നവര് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ നിൽക്കുന്നിടത്ത് ആൾക്കാരുണ്ടായിരിക്കും, രോഗികളെ കാണാൻ വരുന്നവരുണ്ടായിരിക്കും, രോഗികളെ കൊണ്ടുവരുന്നവരുണ്ടായിരിക്കും. ഇങ്ങനെയുള്ളവരെ എല്ലാവരും തന്നെ അവരെന്ത് ചെയ്യും? ചിലപ്പോൾ അവർ തന്നെയോ ഓർ ദേ ഓൾസോ റെക്കമെൻഡ് ടു ദെയർ റിലേറ്റീവ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഞാനത് കാണാണ്, ഞാൻ എന്റെ എന്തെങ്കിലും ആവശ്യത്തിന് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന ആ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഇങ്ങനെ വേക്കൻസീസ് ഉണ്ടെന്നുള്ള കാര്യം കൂടി അവർ ആ ഒരു ഇൻഫോർമേഷൻ ആയിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കുക. സോ ബൈ സീയിങ് ദിസ് അഡ്വർടൈസ്മെന്റ്, ആ ഒരു അഡ്വർടൈസ്മെന്റ് അവിടെ മാത്രമാണ്, ഹോസ്പിറ്റൽസിൽ മാത്രമാണ്, പുറത്തല്ല. അപ്പൊ ഇൻസൈഡ് ദ ഹോസ്പിറ്റലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന CCTVയിലൂടെ when I watch that ന്യൂസ് ഓർ വേക്കൻസി, ആ വേക്കൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വാർത്തയിൽ ഞാൻ കാണുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇഫ് ഐ ആം ഏബിൾ, അല്ലെങ്കിൽ ഞാൻ ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഏബിൾ ആണ് എങ്കിൽ ഐ മേ സെറ്റ് മൈ ആപ്ലിക്കേഷൻ. ഞാൻ അപ്പൊ തന്നെ ഒരു പോയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യും. അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആരെങ്കിലും ആ ഹോസ്പിറ്റലിൽ ഇന്ന നഴ്സിന്റെ ഒഴിവുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ആളുകളുടെ ഒഴിവുണ്ട്, യു മേ ജസ്റ്റ് അപ്ലൈ, നിങ്ങളൊന്ന് വേഗം അപ്ലൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ എന്റെ റിലേറ്റീവ്സിനോ വെൽവിൽ. അപ്പൊ ആരാണോ ആ അഡ്വർടൈസ്മെന്റ് കാണുന്നത് അവർ വേണമെങ്കിൽ എന്ത് ചെയ്യും?
വഴിയും ഇതുപോലെ സജഷൻസ് നടത്തും. സോ ഇതും മറ്റൊരു അനദർ രീതിയാണ്, മറ്റൊരു സോഴ്സ് ഓഫ് അക്വയറിംഗ് എംപ്ലോയീസിനെ അക്വയർ ചെയ്യാനുള്ള മറ്റൊരു രീതിയാണ്. ഏതാണ്? ത്രൂ CCTV ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന CCTV. എവിടെയൊക്കെ? എല്ലാ ഫ്ലോസിലും. ഇന്ന് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും നമുക്ക് വെയിറ്റിംഗ് ഏരിയയില്, OP ഡിപ്പാർട്ട്മെന്റില്, ഫാർമസിയുടെ മുമ്പില് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. സോ അതോടൊപ്പം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ വെറുതെ ഇരിക്കേണ്ട, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ ടിവിയിലൂടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഹോസ്പിറ്റൽസിന്റെ ഫെസിലിറ്റീസ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും നല്ല മേജർ ആയിട്ടുള്ള ഡോക്ടർ ആരാണ്, അല്ലെ, ഏതൊക്കെ ചികിത്സകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതൊക്കെ അതിനകത്ത് കാണിക്കും. ആൻഡ് ഇൻ ബിറ്റ്വീൻ വേക്കൻസീസ് വരുന്ന സമയത്ത് ഈ ബിറ്റ്വീനില് ഈ വേക്കൻസീസിന്റെ ആഡ് കൂടി അത് കൊടുക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഫോർത്ത് സോഴ്സ് ഓഫ് അക്വയറിംഗ് എംപ്ലോയീസ് മനസ്സിലായോ? വേഗം പറയണേ. ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഇതൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചു പോകാവുന്നുള്ളൂ. ഇനി പിന്നത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആണ് അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്, ഓക്കെ. തേർഡ് പോയിന്റാ? ഏതാടാ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞ? തേർഡ് സെന്റൻസ് ആണോ? ഫോർത്ത് പോയിന്റിൽ തേർഡ് സെന്റൻസ് ആണോ ഉദ്ദേശിച്ചത്? ഇൻ ബിറ്റ്വീൻ ദ വേക്കൻസീസ് ഓഫ് ദ ഹോസ്പിറ്റൽ can also be displayed so that the അതായത് ഈ എന്താ പറയാ ന്യൂസ്, അതുപോലെ ഹോസ്പിറ്റലിന്റെ വിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അത് അവിടെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അല്ലാണ്ട് അവിടെ സിനിമയും പാട്ടും ഒന്നും അല്ല വെച്ചിരിക്കുക, അല്ലെ? ഒന്നില്ലെങ്കിൽ ന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ്, ഡോക്ടർമാരെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ. ആ ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടേഴ്സ് ഉണ്ട്, ഇന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഇന്ന ഡോക്ടേഴ്സ് ആണ്, അതിൽ മേജർ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത്, ഇതൊക്കെ ആയിരിക്കും ഓൾ ത്രൂ ആ ഒരു ടിവിയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? അതിന്റെ ഇടയിൽ ഇഫ് എനി വേക്കൻസീസ്, ഏതെങ്കിലും രീതിയിൽ വേക്കൻസീസ് വരികയാണെങ്കിൽ അതും കൂടി ഇതിന്റെ ഒപ്പം ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പരിപാടി, ഇപ്പൊ പ്രധാനമായിട്ടും സീരിയലോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ചില വാർത്തകൾ, മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വല്ല കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അത് വാർത്തയായിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേപോലെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വേക്കൻസി ഉണ്ടെങ്കിൽ ആ വേക്കൻസി ഇങ്ങനെ താഴെ കൂടി എന്ത് ചെയ്യും? സ്ക്രോൾ ചെയ്തൊക്കെ പോകും, അല്ലെങ്കിൽ ബിറ്റ്വീൻ ആഡ് പോലെ ആയിട്ട് അവരെ ഇതിന്റെ ഇടയിൽ അത് കയറ്റും. ഓക്കെ, അപ്പൊ അത് കാണുന്ന ബൈസ്റ്റാൻഡേഴ്സ്, ഇപ്പൊ ചിലപ്പോ ഹോസ്പിറ്റലിൽ വരുന്ന രോഗിയുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഒന്നില്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് they can apply എന്ന് പറഞ്ഞേക്കണേ, ഒന്നില്ലെങ്കിൽ അവർക്ക് തന്നെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? they can recommend it to their relatives, friends and well-wishers. അതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ആ ആഡ് ഞാനാണ് കാണണമെങ്കിൽ എനിക്ക് ആ ഒരു പോസ്റ്റിലേക്ക് ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇന്ന ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, ഇത്ര എക്സ്പീരിയൻസ് വേണം, ആ ഒരു കാര്യങ്ങളൊക്കെ എന്നിൽ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അല്ല, എനിക്കിതൊന്നുമില്ല, എനിക്കറിയാവുന്ന കുട്ടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ചെന്നിട്ടോ ഒന്നുകിൽ ഫോൺ ചെയ്തോ അല്ലെങ്കിൽ അവരോട് ചെന്നിട്ടോ പറയും, അവിടെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, നിനക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അന്ന് നീ ഒന്ന് വേഗം ഒന്ന് അപ്ലൈ ചെയ്യും. തന്നെയാ, അത്ര തന്നെ ഉള്ളൂ. അതന്നെയാണ് പറഞ്ഞിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ്. ക്ലിയർ ആയോ? ഓക്കെ, യെസ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കട്ടെ. അത് ഏകദേശം എല്ലാം അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസുകളാണ്. ഫുൾ CCTV ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിന്റെ ആ പോയിന്റ് ഫുൾ ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്തേക്കാം. യെസ്, നെക്സ്റ്റ് വൺ ത്രൂ പ്രൊഫഷണൽ കൺസൾട്ടൻസ് ആണ്. പ്രൊഫഷണൽ കൺസൾട്ടൻസ്, അതായത് പ്രൊഫഷണൽ ആയിട്ട്, അതായത് ഇതുപോലെയുള്ള ചില ഏജൻസീസ് ഒക്കെ ഉണ്ട് ഇന്ന്, അല്ലെ? ചില പ്രൊഫഷണൽസിനെ ചൂണ്ടിക്കാണിക്കുന്ന കൺസൾട്ടന്റുമാരുണ്ട്, അല്ലെ? അതായത് ഏതെങ്കിലും ഏജൻസി വഴിയോ അല്ലെങ്കിൽ ഇത്തരം കരിയർ ഒക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ കണക്ട് ചെയ്യുന്ന ചില ടീമുകൾ അല്ലെങ്കിൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ മോർ CVs, അതായത് നമുക്ക് ഇതുപോലെയുള്ള ഇത്തരം പ്രൊഫഷണൽ കൺസൾട്ടൻസിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം? കൂടുതൽ CVs കളക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഇങ്ങനെയുള്ള ഏജൻസീസ് എന്താ പറയാ, ചില ആളുകളോട് നിങ്ങൾക്ക് ജോലി അന്വേഷിക്കുന്നവരാണോ, ഞങ്ങളുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യൂ, ഇത്ര രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്, അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വേക്കൻസീസ് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത്
ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡിഗ്രി PG കഴിഞ്ഞു, ചിലപ്പോ ചിലവര് എന്താ പറയാ കൊമേഴ്സിൽ PG എടുത്തവരായിരിക്കാം, ചിലവർ സയൻസിൽ എടുത്തവരായിരിക്കാം, അല്ലെ? അങ്ങനെ അങ്ങനെ ഓരോ കാറ്റഗറിയിൽ. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമ്മളുടെ പേരുകൾ, നമ്മുടെ ക്വാളിഫിക്കേഷനും ഡാറ്റയും ബയോഡാറ്റയും അടക്കം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, അവർക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കും. സോ അതൊക്കെ അവരവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ്, ഹോസ്പിറ്റലായിക്കോട്ടെ, മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ ഇങ്ങനെ വേക്കൻസി വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നത്, ഇത്തരം കൺസൾട്ടൻസിനെ എന്ത് ചെയ്യും, സമീപിക്കും, വിസിറ്റ് ചെയ്യും. ആൻഡ് ദേ ക്യാൻ കളക്ട് മോർ CVs ഫ്രം ദാറ്റ് പ്രൊഫഷണൽ കൺസൾട്ടൻസ്. ഇവിടെ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം, കുറെ എന്താ പറയാ ആളുകളുടെ ആപ്ലിക്കേഷൻസ് അവർക്ക് അവിടെ നിന്ന് കിട്ടും. അവരുടെ CV എന്ന് പറഞ്ഞാൽ എന്താ, ബയോഡാറ്റ തന്നെയാണ് CV. കരിക്കുലം വിറ്റേ എന്ന് പറയും നമ്മൾ അതിന്റെ എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ബയോഡാറ്റ, റെസ്യൂമെ, കരിക്കുലം വിറ്റേ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് ഇഷ്ടം പോലെ കിട്ടും. അത് പല ആളുകളിൽ നിന്നും പല സ്ഥലത്തു നിന്നും അപ്ലൈ ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈസിയസ്റ്റ് വേ ആണ് ടു കളക്ട് CVs ഫ്രം സച്ച് പ്രൊഫഷണൽ കൺസൾട്ടൻസ്. അപ്പൊ അങ്ങനെയുള്ളവരെ ഒരു ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് നിന്നാൽ നമുക്ക് ഇന്ന സെക്ഷനിൽ, ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ ഹോസ്പിറ്റലിൽ കുറച്ച് ഒഴിവുകളുണ്ട്, ആ സെക്ഷനിലേക്ക് പറ്റുന്ന CVs നിങ്ങളുടെ കയ്യിലുണ്ടോ, ഒന്ന് തരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ കൺസൾട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കൺസൾട്ടേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ കൺസൾട്ടൻസ്. അത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാര് അവരെ സമീപിച്ച് ഒബ്റ്റെയിൻ സച്ച് CVs, അങ്ങനെയുള്ള CVs ഇവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, കുറെ മെത്തേഡുകൾ ഓൾറെഡി പറഞ്ഞു. എക്സിസ്റ്റിംഗ് ഡാറ്റയിൽ നിന്ന് എംപ്ലോയീസിനെ കണ്ടെത്താം, ജോബ് ആസ്പിരൻസിനെ, ജോബ് സീക്കേഴ്സിനെ കണ്ടെത്താം, മാനേജ്മെന്റും സ്റ്റാഫും റെഫർ ചെയ്തിട്ട് റെഫറൻസിലൂടെ കണ്ടെത്താം. പിന്നെ എന്താ പറയാ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊന്നും നമുക്ക് എന്താ പറയാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ കിട്ടിയില്ല എങ്കിൽ, അതായത് നമ്മൾക്ക് വേണ്ടത്ര ആളുകളെ നമുക്ക് കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രൊഫഷണൽ കൺസൾട്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബയോഡാറ്റാസ് ഓഫ് ജോബ് ആസ്പിരൻസ്. ജോബ് ആസ്പിരന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ജോബ് സീക്കേഴ്സ്, ജോബ് അന്വേഷിക്കുന്നവരുടെ ആ ലിസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത്. അത്രേ ഉള്ളൂ പ്രൊഫഷണൽ കൺസൾട്ടൻസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ, മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് there are some agencies who register the names of different applications according to their qualification. പല പല ആളുകളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്ന ഏജൻസികൾ ഉണ്ടെന്ന്. അപ്പൊ അവിടെ നിന്ന് കിട്ടും. ഇപ്പൊ ഇവിടെ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്, ഒരുപാട് ആളുകൾ ടീച്ചിങ് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉള്ളവര് പല സ്ഥലത്തും ഇതുപോലുള്ള ഏജൻസീസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് അറിയാൻ പറ്റും ഇന്ന ഏജൻസീസ് എന്താ പറയാ ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ആ ഏജന്റുമായിട്ട് അല്ലെങ്കിൽ ആ കൺസൾട്ടൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മള് അവരുമായിട്ട് കണക്ട് ചെയ്യുന്നു, അവരുമായിട്ട് ചെന്ന് ഡിസ്കസ് ചെയ്യുന്നു. നമുക്ക് വേണ്ട ആളുകളുടെ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ കളക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ലിമിറ്റ് പറ്റില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, വേറെ രീതി നമുക്ക് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഓക്കെ, സോ ദാറ്റ് ഈസ് ത്രൂ പ്രൊഫഷണൽ കൺസൾട്ടൻസ്. അതിനകത്ത് ആ ഒരു എന്താ പറയാ HR ഇൻഡസ്ട്രി വരെയുള്ള ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. അത്രേ ഉള്ളൂ, ഫസ്റ്റ് സെന്റൻസ് മാത്രമാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് കേട്ടാ. ആ കാര്യം തന്നെയാണ് പറഞ്ഞേക്കണേ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് തന്നെ വീണ്ടും പറ്റിയതിന്റെ മറ്റു രീതികളിൽ പറ്റിയില്ലെങ്കിൽ ഈ രീതിയിൽ വരും എന്നാണ് രണ്ടാമത്തെ സെന്റൻസ്. അതിന്റെ ആവശ്യമില്ല നമുക്ക്. ഫസ്റ്റ് സെന്റൻസ് മാർക്ക് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. ആൻഡ് മൂവിംഗ് ടു ദ 6th point. 6ാമത്തെ പോയിന്റിലേക്ക് പോട്ടെ. ഓക്കെ, യെസ്, വാക്ക് ഇൻ കാൻഡിഡേറ്റ്സ്. ഇനി മറ്റൊന്നാണ് വാക്ക് ഇൻ കാൻഡിഡേറ്റ്സ്. ഇനി എന്താണെന്ന് അറിയാമോ? വാക്ക് ഇൻ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടൊക്കെ വാക്ക് ഇൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞതുപോലെ പല ഇൻഡസ്ട്രീസിലും, ഇപ്പൊ നമ്മളുടെ ഹോസ്പിറ്റലിലെ പോലെയുള്ള ഓർഗനൈസേഷൻ അല്ലാതെ മറ്റ് ഫാക്ടറീസ്, IT കമ്പനീസ്, അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് ചെയ്യും, ദേ അഡ്വർടൈസ് ദെയർ ലേബർ വേക്കൻസീസ്. അവരുടെ എന്താ പറയാ ഓർഗനൈസേഷനിൽ വേക്കൻസീസ് ഉണ്ടെന്ന് അവർ ഫ്രണ്ട് ഗേറ്റിൽ ഡിസ്പ്ലേ ചെയ്യും, അല്ലെ? അപ്പൊ അത് പെട്ടെന്ന് ഭയങ്കര അഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അത് വേഗം ആവശ്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, those who see that അഡ്വർടൈസ്മെന്റ്, ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് വാച്ച് ചെയ്യുന്ന കാണുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, റെഗുലർ ആയിട്ട് ഈ പറയുന്ന ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ IT കമ്പനികളൊക്കെ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ കാരണം അവര് ഇഫ് ദേ ആർ സെർച്ചിങ് ഫോർ സച്ച് ജോബ്, എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും, ദേ മേ വാക്ക് ഇൻ ഫോർ സച്ച് ഇന്റർവ്യൂ. അതിന് വേണ്ടിയിട്ട് അത്തരം ഓർഗനൈസേഷനിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വരുന്നു. അതായത് റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ,
ഇത്തരം IT കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയാസ്, മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ആളുകൾ ഈ പറയുന്ന ഫ്രണ്ട് പേജിൽ എന്ത് ചെയ്യുന്നു, അവർ ഈ പറയുന്ന ഒരു അഡ്വർടൈസ്മെന്റ് കാണുകയാണ്. അവരുടെ ലേബർ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോ ത്രൂ ദാറ്റ് അഡ്വർടൈസ്മെന്റ്. ആ അഡ്വർടൈസ്മെന്റ് വായിച്ചു നോക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ആയിട്ട് ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് പ്രകാരം ഇന്ന ഡേറ്റിൽ നമ്മളിവിടെ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്, അപ്പൊ താല്പര്യമുള്ളവര് വന്ന് എന്ത് ചെയ്യുക, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷൻസ് ഒന്നും വേണമെങ്കിൽ അപ്പൊ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പൊ ഈ വാക്കിൻ ഇന്റർവ്യൂസിൽ ഇവിടെ അവർക്ക് എന്ത് ചെയ്യാം, ആളുകളെ കണ്ടെത്താൻ പറ്റും. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന്? അപ്ലൈ ചെയ്ത് ആപ്ലിക്കേഷൻസ് എടുത്ത് ആപ്ലിക്കേഷൻസിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ആളുകളെ എടുക്കാതെ അതിന് പകരം എന്ത് ചെയ്യുന്നു, ഇന്ന ആളുകള് കാൻഡിഡേറ്റ്സ് താല്പര്യമുള്ളവര് യു ക്യാൻ മേക്ക് എ വാക്കിൻ കാൻഡിഡേറ്റ്. ചില പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടല്ലോ, എന്താ പറയാ, ഇന്ന ഒരു ഇത് വെച്ചിട്ട് ഇവിടെ ഇന്ന സ്ഥലത്ത് ഒരു ഓഡിഷൻ നടത്തുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയില്ലേ, ഓഡിഷൻസ് നടത്തുന്നുണ്ട്. അപ്പൊ എലിജിബിൾ ആയിട്ടുള്ളവരെ കണ്ടെത്താനായിട്ട് ഒരു ഇന്റർവ്യൂ ഇന്ന സ്ഥലത്ത് എറണാകുളത്ത് ഇന്ന എന്താ പറയാ ഇതിൽ വെച്ചിട്ട് അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആഡുകളൊക്കെ നമ്മൾ പരസ്യങ്ങളൊക്കെ നമ്മൾ TV-യിലൊക്കെ കാണാറുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ്, പല IT കമ്പനികളും ഇൻഡസ്ട്രീസും അങ്ങനെ വലിയ പബ്ലിഷിംഗ് മീഡിയാസിലൊന്നും കൊടുക്കുന്നില്ല. പകരം അവർ ഫ്രണ്ട് പേജിലാണ് ഇത്തരം ആഡ് പബ്ലിഷ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളവർ ഇത് കാണുമ്പോൾ അവർ വാക്കിൻ കാൻഡിഡേറ്റ് ആയിട്ട് വന്ന് അഡ്വർടൈസ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള എന്ത് ചെയ്യുന്നു, ഇന്റർവ്യൂസ് സബ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യും, എടുത്തിട്ട് അവരിൽ നിന്ന് പിന്നീടാണ് അവരുടെ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുക ഫോർ ദ വേക്കൻസീസ്. എന്നിട്ട് ഹോസ്പിറ്റൽസ് അങ്ങനെയാണ് ചെയ്യുക. എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ആളുകൾ വന്നു കഴിയുമ്പോൾ അവരെ ഇന്റർവ്യൂ ചെയ്യുന്നു, എന്നിട്ട് അവരുടെ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നു. എന്നിട്ട് ഇനിയും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ്, പുറത്തുനിന്ന് വീണ്ടും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അഡീഷണൽ കാൻഡിഡേറ്റ്സിനെ അവർ എന്ത് ചെയ്യുക, വീണ്ടും സോർട്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ. അതാണ് വാക്കിൻ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ എംപ്ലോയീസിനെ അക്വയർ ചെയ്യുന്ന രീതി. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് എങ്കിൽ ഒന്ന് വേഗം വായിച്ചു നോക്കാം ആ ഒരു പോയിന്റ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വാക്ക് ഇൻ കാൻഡിഡേറ്റ്സ്. ഓക്കെ, such candidates are also taken into consideration അല്ലേ? ആ such candidates എന്ന് ഉദ്ദേശിക്കുന്നത് walk-in candidates ആണ്. such എന്നുള്ള വേർഡ് മാറ്റി അവിടെ walk-in candidates എന്നുള്ളത് ചേർത്ത് വേണം പഠിക്കാൻ. ആ സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. പഠിക്കുമ്പോ പഠിച്ചാൽ മതി, ഇപ്പൊ അത് വെട്ടാനല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ സച്ച് കാൻഡിഡേറ്റ്സ് ഉദ്ദേശിക്കുന്നത് ആ വാക്കിൻ കാൻഡിഡേറ്റ്സിന്റെ കാര്യമാണ്. വാക്കിൻ കാൻഡിഡേറ്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് സോർട്ട് ചെയ്യുമ്പോൾ ചില ആളുകൾ വേക്കൻസീസ് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, വാക്കിൻ കാൻഡിഡേറ്റ് എന്താ പറയാ നമ്മളുടെ ഇന്റർവ്യൂവിന് വേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻസ് അവര് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കുക. കുറെ എണ്ണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സോർട്ട് ചെയ്തൊക്കെ എടുക്കും. അധികം ആവശ്യമുള്ളത് മതിയല്ലോ, എത്ര വേക്കൻസീസ് ഫിൽ ചെയ്യണം അതനുസരിച്ചിട്ടാണ് എടുക്കുക. ആ ഒരു സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്തോ? യെസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, അടുത്ത മറ്റൊരു രീതി എംപ്ലോയീസിനെ അക്വയർ ചെയ്യുന്ന മറ്റൊരു രീതിയാണ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ആണ് കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇത് എന്താ പറയാ ഒരു സെർച്ച് ഫോർ എംപ്ലോയീസ് ഓർ പ്രൊഫഷണൽസ്, നല്ല നല്ല ജോലിക്കാരെ ഒക്കെ കിട്ടാനുള്ള മറ്റൊരു മാർഗം ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് ഏതാണ്? സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് തന്നെയാണ്. അതിനകത്ത് ഇന്റർനെറ്റ് അഡ്വർടൈസിംഗ് ഉണ്ട്, അതുപോലെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ലിങ്ക്ഡിൻ എന്ന് പറയുന്നതൊക്കെ ജോബിന് വേണ്ടി മാത്രമുള്ള സൈറ്റുകളാണ് അല്ലെ. ജോബ് അന്വേഷിക്കുന്നവർക്കൊക്കെ അതിനകത്തൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എവിടെയെങ്കിലും ഒക്കെ വേക്കൻസീസ് ഉണ്ടെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് അല്ലെ, ഒരു സൈറ്റാണ്. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് സോഷ്യൽ വർക്ക് നെറ്റ്വർക്കുകൾ ഇന്ന് അവൈലബിൾ ആണ്.
those who want to search for their employees. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഓർഗനൈസേഷൻസിൽ അവരുടെ ആൾക്കാരെ ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിൽ ഇത്തരം സൈറ്റുകളിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും എന്നാ പറഞ്ഞേക്കണേ. മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് ബിസിനസ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മോസ്റ്റ് ഇൻഡസ്ട്രീസും ഓൾസോ യൂട്ടിലൈസ് ഈ പറയുന്ന ഒരു രീതി ഉപയോഗിക്കുന്നുണ്ട്. ബിക്കോസ് നമുക്കറിയാം ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, നമ്മളുടെ ന്യൂ ജൻ എന്ന് പറയുന്ന ആളുകള് അവർ കൂടുതലും ഇത്തരം മീഡിയാസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. പേപ്പറിലൂടെയോ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ അവർ ഹാൻഡിൽ ചെയ്യുന്നത് മീഡിയാസ് ആണ്. ഇതുപോലെയുള്ള മീഡിയാസ് അവരുടെ കയ്യിലൊക്കെ ഫോണുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫോണൊക്കെ ഉപയോഗിച്ച് അവരെപ്പോഴും അതിലാണ് എൻഗേജ്. തിരിച്ചു മറിച്ചിട്ട് നോക്കുമ്പോൾ ഇതുപോലെയുള്ള ചാനൽസ് ഒക്കെ ഇവർ സെർച്ച് ചെയ്ത് നോക്കുന്നതും ഈ പറയുന്ന സൈറ്റ്സിലൊക്കെ കയറിയിട്ടൊക്കെയാണ് അല്ലെ. കുട്ടികളൊക്കെ ഏത് എടുത്ത് പഠിക്കണം, എന്ത് കോഴ്സ് പഠിക്കണം, വാട്ട് നെക്സ്റ്റ് ആഫ്റ്റർ 10th 12th അല്ലെങ്കിൽ ആഫ്റ്റർ ഡിഗ്രി എന്ത് ചെയ്യണം എന്നൊക്കെ ഈ കുട്ടികളൊക്കെ ഇന്ന് മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ്. പണ്ടൊക്കെ നമുക്ക് ഇതൊന്നും ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല, കണ്ടുപിടിക്കാൻ ഇത്തരം മീഡിയാസും ഉണ്ടായിരുന്നില്ല അല്ലെ. അതിന്റെയൊക്കെ കുറെ പോരായ്മകൾ നമുക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഈ ന്യൂജന് അങ്ങനെ കഴിവുള്ള അത്രയും എന്താ പറയാ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് എന്താ പറയാ അന്വേഷിച്ച് നടക്കുന്ന ആളുകളും കുട്ടികളൊക്കെ ഉണ്ടാവും. എല്ലാവരും അല്ല, ചില കുഴപ്പന്മാരാണ്. ചില കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ഒരു ജോബ് കിട്ടണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇവരെപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ദീസ് സൈറ്റ്സ് വിൽ ഹെൽപ്പ് ദം. അങ്ങനെയുള്ള ആളുകൾ ഈ ന്യൂജൻ ആളുകളൊക്കെ ഇതിനെയാണ് ആശ്രയിക്കാം. ഇനി ഈ ഹോസ്പിറ്റൽസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഹോസ്പിറ്റൽസ് അവരുടെ എന്താ പറയാ ഈ എന്താ പറയാ വേക്കൻസീസ് ഒക്കെ അധികമുണ്ട് എന്നുള്ളത് ഈ സൈറ്റുകളിലൊന്നും ചിലപ്പോ അധികമായിട്ടൊന്നും എന്താ പറയാ പബ്ലിഷ് ചെയ്യില്ല. ബിക്കോസ് they think that it may affect their image. അതായത് ഹോസ്പിറ്റലിന്റെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഇമേജ് ഉണ്ട്, ബ്രാൻഡ് ഇമേജ് ഉണ്ട്. ആ ഇമേജിന് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടം വന്നാലോ എന്ന് വിചാരിച്ച് സച്ച് പബ്ലിസിറ്റിയിലേക്ക് നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊഫഷണൽസ് പോകുന്നില്ല. അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് ഇതുപോലെയുള്ള ആഡുകള് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മാർക്കറ്റിംഗ് ഈ പറയുന്ന റിസർച്ചസ് ഒക്കെ നടത്തി കഴിയുമ്പോൾ നമുക്കറിയാം ഈ മാർക്കറ്റിംഗ് ടീം they find it is an easy way. മാർക്കറ്റിംഗ് ടീമിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇതൊരു നല്ല ഒരു ഈസി വേ ആണ് ടു ഗെറ്റ് എന്താ പറയാ ഒരു സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞേക്കണം. പോലെയുള്ള എംപ്ലോയീസിനെയൊക്കെ നമുക്ക് എളുപ്പത്തിന് കിട്ടാൻ പറ്റുന്ന ഒരു എൻജിൻ അല്ലെ, ഒരു എന്താ പറയാ സ്ഥലം, അതാണ് ഉദ്ദേശിച്ചേക്കണേ. സോ അതിനുള്ള ഒരു രീതിയായിട്ടും സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഹോസ്പിറ്റൽ മറ്റ് ഓർഗനൈസേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ വേക്കൻസീസ് മറ്റു കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സൈറ്റ്സിലൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസ് അത്രയധികം അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാനുള്ള ആളുകൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഈ മീഡിയാസ് വഴി കൊടുക്കാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. ബിക്കോസ് ഇറ്റ് മേ എഫക്ട് ദ ബ്രാൻഡ് ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ പരസ്യമൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ അപ്പൊ പരസ്യം കൂടുതൽ കൊടുക്കുന്നത് എപ്പോഴാണ് നമ്മളുടേതായ പ്രവർത്തനങ്ങൾ ചിലപ്പോ കുറഞ്ഞു, അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് ശരിയായ രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ പരസ്യത്തിന്റെ ആവശ്യം വരുന്നത് അല്ലെ. മറ്റേതല്ല, ഞങ്ങൾക്ക് പരസ്യങ്ങളില്ല, മറ്റ് ബ്രാഞ്ചുകളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എന്താ, ഞങ്ങളാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ഗുഡ് വിൽ ഉണ്ട്. അതിനെ മറികടന്ന് മറ്റാരും വരില്ല എന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തത് അല്ലെ. അതുപോലെയാണ് ഹോസ്പിറ്റൽസും. ഞങ്ങൾക്ക് പകരം വെക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതുപോലെയുള്ള പരസ്യങ്ങളുമില്ല. അതൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ വളരെ ടോപ്പിൽ തന്നെയാണ് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലൂടെയും ഓൾസോ ക്യാൻ അക്വയർ എംപ്ലോയീസ്. അതിൽ ആദ്യത്തെ സെന്റൻസ് ലിങ്ക്ഡ് ഇൻ വരെയുള്ള ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ലിങ്ക്ഡ് ഇൻ അതിന്റെ ആവശ്യമുള്ളൂ 7ാമത്തെ പോയിന്റില്. വായിച്ചോ? അണ്ടർലൈൻ ചെയ്തോ? യെസ്. നെക്സ്റ്റ്, ഓൺലൈൻ ജോബ് സൈറ്റ്സ്. ഓൺലൈൻ ജോബ് സൈറ്റ്സ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓൾസോ ക്യാൻ സോഴ്സ് കാൻഡിഡേറ്റ്സ് ത്രൂ ഓൺലൈൻ ജോബ് സൈറ്റ്സ്. ഓൺലൈൻ ജോബ് സൈറ്റുകൾ ഉണ്ട്.
ഓരോന്നൊക്കെ ഉണ്ട് കേട്ടോ. ഹെഡ് കോൺഷ്യസ് എന്താ പറയാ എന്ന് വെച്ചാൽ അവര് ലീഡ് ചെയ്യുന്നതാണ്. ഹെഡ് കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് ചെയ്യുന്ന ചില സൈറ്റുകൾ, ഷൈൻ, നൗക്കറി എന്നൊക്കെ പറയുന്നത് ജോബുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റുകളാണ്, ഒരു ആപ്പുകളാണ്, മനസ്സിലായോ? അപ്പൊ അത്തരം സൈറ്റ്സിലൊക്കെ ഓൺലൈൻ പോർട്ടൽസ് ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇച്ചിരി സമയവും എഫേർട്ടൊക്കെ ഉള്ള കാര്യമാണ്. അതിലൂടെയും നമുക്ക് എംപ്ലോയീസിനെ കണ്ടെത്താൻ സാധിക്കും. അതായത് ഇതൊരു സൈറ്റാണ്, ഈ പറയുന്ന Naukri.com, ഷൈൻ. നിങ്ങൾ തന്നെ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ കുറെ എന്താ പറയാ ജോലി സാധ്യതകളുടെ ഒക്കെ ലിസ്റ്റുകളൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ അത്തരം ഓക്കെ, ഇൻഡീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ഹെഡ് കോൺഷ്യസ്, ഇൻഡീഡ് എന്നൊരു ഹെഡ് കോൺഷ്യസ്, അതുപോലെ ഇൻഡീഡ് എന്ന് പറഞ്ഞാൽ അത് കൂടാതെ ഒപ്പം തന്നെ വാസ്തവത്തിൽ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇൻഡീഡ് എന്ന് പറയുന്നത്. മറ്റേ സാധനം തന്നെയാണ്, ഒരു സെന്റൻസിൽ നമ്മൾ ചേർക്കുന്ന ഒരു വേർഡാണ്. അത് സൈറ്റ് അല്ല, ഷൈൻ, നൗക്കറി കേട്ടാ. എടുത്തു പറയാവുന്ന അങ്ങനെയുള്ള 2 സൈറ്റുകളുടെ പേര് ഇതാണ് എന്ന് പറഞ്ഞേക്കണ്ട കേട്ടെ. ഇൻഡീഡ് സൈറ്റ് ഉണ്ട്, ഉണ്ടോ? സ്പെല്ലിങ് തന്നെയാണോ? നോക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്തരം സൈറ്റുകൾ വഴിയും എന്ത് ചെയ്യാം, നമുക്ക് ഓൺലൈൻ ജോബ് സീക്കേഴ്സിനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മറ്റൊരു രീതി തന്നെയാണ്. അപ്പോ ഇൻ ദിസ് സൈറ്റ്സ് ദ വേക്കൻസീസ് വിൽ ബി പോസ്റ്റഡ്. അപ്പൊ എത്ര വേക്കൻസീസ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ അപ്പൊ ഇന്നത്തെ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊട്ട് മുകളിലുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ആളുകളൊക്കെ ടോട്ടലി ഡിപ്പെൻഡ് അപ്പോൺ ദിസ് മീഡിയാസ്. ഇത്തരം സൈറ്റുകളും ഇത്തരം ഓൺലൈൻ മീഡിയാസിനെയാണ് അവര് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക. സോ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു എന്താ പറയാ ജോബ് സെർച്ച് അല്ലെങ്കിൽ ഈ ഒരു ജോലി അന്വേഷിക്കുന്ന ഒരു രീതി കുറച്ചുകൂടി നമുക്ക് എളുപ്പമാക്കാനായിട്ട് ഈ രീതിയിൽ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ പറയുന്ന ഷൈൻ, നൗക്കറി എന്ന് പറയുന്ന സൈറ്റ്സിലൂടെയൊക്കെ നമുക്ക് ജോബിന് വേണ്ടിയിട്ടുള്ള വേക്കൻസീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്തരം ഓൺലൈൻ കാര്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്നത്തെ കാലത്ത്, ഈ പറയുന്ന ജനറേഷനിലുള്ളവര്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ നമ്മുടെ ജോലിക്ക് വേണ്ടി മാത്രമല്ല, ഇവര് ഒരുപാട് കാര്യങ്ങൾക്ക് കൂടുതലും ആശ്രയിക്കുന്നത് ഓൺലൈനെയാണ്. സാധനങ്ങൾ വാങ്ങിക്കുക, ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനും അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ മോസ്റ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദിസ് ഓൺലൈൻ സൈറ്റ്സ്. ഓൺലൈൻ സൈറ്റുകളെയാണ് ഇവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യല്ലേ. എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതൊക്കെ അവര് ഓൺലൈനാണ്. ഇന്ന് കുട്ടികളൊക്കെ എന്ത് കാണുമ്പോഴും അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കണം. എത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളതായിക്കോട്ടെ, കോസ്റ്റ് കുറഞ്ഞതായിക്കോട്ടെ, എല്ലാവരും അവര് അങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് വാങ്ങിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഈ ജോബുകൾക്ക് വേണ്ടിയിട്ടും അവരപ്പോ എന്ത് ചെയ്യും, കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ സൈറ്റുകളെ ആയിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കാം വേഗം. ഇത് കണ്ടിട്ടുണ്ടല്ലോ, ജോബ് ഇത് തന്നെയാണോ, ജോബിന്റെ ആപ്പ് തന്നെയാണോ അത്, സോറി സൈറ്റ് തന്നെയാണോ? ഇൻഡീഡ് ജോബ് ഇതാണ്. വായിച്ചു നോക്കാം. ഹെഡ് കോൺഷ്യസ്, ഇൻഡീഡ്, ഷൈൻ, നൗക്കറി. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ നേരെ ഒരു ആരോ മാർക്ക് എന്തെങ്കിലും ഇട്ടിട്ട് ജോബ് സൈറ്റുകളാണെന്നുള്ളതൊന്ന് എഴുതി വെച്ചേക്കാട്ടെ. അറിയില്ലാത്തവര് ജോബ് സൈറ്റ്സ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ നേരെ ആരോ മാർക്ക് ഇട്ട് എഴുതിയാൽ മതി. ജോബ് സൈറ്റ്സ്. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഏതൊക്കെയാണ് വേരിയസ് ആയിട്ടുള്ള ജോബ് സൈറ്റുകൾ എന്ന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? യെസ്. അടുത്തത്
നമ്മുടെ അഡ്വർടൈസ്മെന്റ് ആണ് ആൻഡ് ദ ലാസ്റ്റ് വൺ. അടുത്ത എംപ്ലോയീസിനെ കിട്ടുന്ന മറ്റൊരു സോഴ്സ് ആണ് ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ സോഴ്സ് അഡ്വർടൈസ്മെന്റ് ആണ്. നമ്മൾക്കറിയാം പല രീതിയിലും നേരത്തെ നമ്മൾ പറഞ്ഞതിലൊക്കെ അഡ്വർടൈസ്മെന്റ് ഒക്കെ തന്നെയാണ്. ഓൺലൈൻ ആയിട്ടുള്ള പോർട്ടൽസ് അല്ലെങ്കിൽ എന്താ പറയാ സൈറ്റുകളും ഒക്കെ ഉണ്ട്. നമ്മളുടെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റിയ നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോബ് എവിടെയാണുള്ളത് അത് സൈറ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. മറ്റ് അഡ്വർടൈസ്മെന്റും ഉണ്ട് അല്ലെ, വിഷ്വൽ ആയിട്ടുള്ളത്, പ്രിന്റഡ് മീഡിയ, അതുപോലെ ഓഡിയോ. നമ്മൾ മറ്റ് എന്താ പറയാ റേഡിയോസിലൂടെയും മറ്റു കാര്യങ്ങളിലോട്ട് ഇമെയിൽ ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്ന അഡ്വർടൈസ്മെന്റുകൾ, അതുപോലെ തന്നെ പ്രിന്റഡ് മീഡിയ, പ്രിന്റ് ചെയ്ത് വരുന്ന പ്രിന്റഡ് ഫോമിൽ വരുന്ന അഡ്വർടൈസ്മെന്റ്, ഇതെല്ലാം തന്നെ എന്താണ് ആഡുകൾ തന്നെയാണ്, അതും അഡ്വർടൈസ്മെന്റ് ആണ്. ഇതിലെല്ലാം തന്നെ ബയോഡാറ്റസ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ഒരു അഡ്വർടൈസ്മെന്റിലൂടെ ഓഡിയോ, വിഷ്വൽ, അതുപോലെ തന്നെ പ്രിന്റഡ് മീഡിയയിൽ കിട്ടുന്ന അഡ്വർടൈസ്മെന്റുകൾ കണ്ടിട്ട് ആളുകൾ മേ അപ്ലൈ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. സോ ദാറ്റ് ബയോഡാറ്റസ് വിൽ ബി കമ്പൈൽഡ് അറ്റ് ഡിഫറെന്റ് സോഴ്സസ് ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. അതായത് അപ്പൊ നമ്മൾ നോക്കുമ്പോ നമുക്കറിയാം ഈ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഈ ഡാറ്റാസ് എല്ലാം, ബയോഡാറ്റാസ് എല്ലാം ഇങ്ങനെ വന്ന് കുത്തുകൂടി പല ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇങ്ങനെ വന്ന് കൂടിക്കിടക്കണ്ടാവും. ഏത് രീതിയിലാണെങ്കിലും നമ്മൾ മുന്നിൽ കണ്ട ഏത് രീതിയിലും ആളുകൾ ശ്രദ്ധിച്ച ആഡുകളിലൂടെ they may apply for that particular post and all these applications will be compiled. ഇതെല്ലാം എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ എന്താ പറയാ മൂടി കിടക്കണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ 1 to 9 വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞിരിക്കുന്ന ഈ ആഡുകളിലൂടെയോ എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതിലേക്ക് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വേക്കൻസീസ് ഇതെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. ബട്ട് ഇഫ് ദേ ഫൈൻഡ് ഇറ്റ് ഇൻഅഡക്വേറ്റ്, ഈ രീതിയിലൊക്കെ നമ്മൾ വേക്കൻസീസ് ഉണ്ടെന്ന് അറിയിച്ചിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസിന്റെ എണ്ണം വളരെ കുറവാണെങ്കിൽ, ആഡക്വേറ്റ് അല്ല എങ്കിൽ അപ്പോഴും നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ മാർഗങ്ങൾ ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടാവര്, ഫോർ എക്സാമ്പിൾ ഇഫ് വി നീഡ് ടു റിക്രൂട്ട് 10 സ്റ്റാഫ്, ഒരു 10 ആളുകളെ നമുക്ക് 10 സ്റ്റാഫിനെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്തണം എന്ന് വിചാരിക്കാം. പക്ഷെ ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് അപ്പൊ 10 ആളുകളെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്തണമെങ്കിൽ നമുക്ക് ഒരു 40-50 ആപ്ലിക്കേഷൻസ് എങ്കിലും കിട്ടണം എന്ന്, മനസ്സിലായോ? ആ ഒരു രീതിയിൽ കിട്ടണം എന്നാണ് അവർ പറഞ്ഞേക്കണേ. കാരണം എന്നാലാണ് ദ ഹെഡ് ഓഫ് ദ ഹെഡ്, ദാറ്റ് മീൻസ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിന് ദേ ക്യാൻ ഷോർട്ട് ലിസ്റ്റ് ദ ആപ്ലിക്കേഷൻസ്. അവർക്ക് ആ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് സ്വാഭാവികമാണല്ലോ. ഇതൊരു 10 വേക്കൻസി ഉണ്ട്. ഈ 10 വേക്കൻസിക്ക് ഫില്ല് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു 10-20 ആപ്ലിക്കേഷനാ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. നിങ്ങൾ 20 കിട്ടിയുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ വലിയ കാര്യമായിട്ട് നമുക്ക് സെലക്ഷൻ നടത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, നമ്മളുടെ വേക്കൻസി നമുക്ക് ഫില്ല് ചെയ്യും വേണം. ആൻഡ് ഓൾസോ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ജോലിക്ക് വേണ്ട ചില പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ചിലപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ്, സാലറി, ആൾക്ക് കൊടുക്കേണ്ട സാലറി അത് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരത് എഗ്രി ചെയ്യുന്നുണ്ടോ, പിന്നെ എന്താ പറയാ അവരുടെ എബിലിറ്റീസ്, അവരുടെ സ്കില്ല്, നോളജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തിട്ട് വേണം ഈ ആപ്ലിക്കേഷൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാൻ. ഇതിന്ന് എണ്ണത്തിന് അരിച്ചരിച്ചരിച്ച് നമുക്ക് ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിനെ കണ്ടെത്താനായിട്ട്. പക്ഷെ അങ്ങനെ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം, നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഷുഡ് ബി ഹയർ. എന്ത് വേണം, കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അത്രയധികം അങ്ങോട്ട് കുറഞ്ഞു പോകാൻ പാടില്ലെന്ന്. ഏത് രീതിയിൽ അഡ്വർടൈസ് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻസും നമുക്കൊരു ആഡക്വേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ഷുഡ് ബി റിസീവ്ഡ്. അതായിരിക്കണം അതിന്റെ ഒരു പോസിറ്റീവ് രീതി. എംപ്ലോയീസിനെ ലഭിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുമ്പോൾ അതിനുള്ള ഒരു പോസിറ്റിവിറ്റി കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യാനായിട്ട് വേണം എന്നുള്ളതാണ്. എന്നാലാണ് HR ഡിപ്പാർട്ട്മെന്റിന് ഈസി ടു ഷോർട്ട് ലിസ്റ്റ്. അവർക്ക് ആ ഷോർട്ട് ലിസ്റ്റിംഗ് ഒക്കെ എളുപ്പമെന്ന് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു ദ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി, പിന്നെ ജോയിനിങ് ടൈം, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവരെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മളുടെ വേക്കൻസീസിന്റെ എണ്ണത്തിനേക്കാൾ ഇൻസഫിഷ്യന്റ് ആയിട്ട്, അതായത് വളരെ കുറഞ്ഞ എന്താ പറയാ ആപ്ലിക്കേഷൻസും റിസീവ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോ അത് എന്താ പറയാ ആളുകളുടെ ഇങ്ങനെ സെലക്ട് ചെയ്യാനും ഉള്ളൊക്കെ എന്താ പറയാ ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇനി ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസ് കിട്ടുമ്പോൾ അർജന്റ് പ്ലേസ്മെന്റ് നടത്തേണ്ടതാണെന്ന് വിചാരിക്കാം. അർജന്റ് ആയിട്ട്, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേസ്മെന്റ് നടത്തേണ്ടതാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഫസ്റ്റ് ഡേ
ഇപ്പൊ നമുക്ക് നോക്കാം, വളരെ കുറച്ച് സമയമുള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്തേണ്ടതാണ്. സോ അങ്ങനെ വരുമ്പോൾ റെസ്യൂമേ ഷുഡ് ബി സബ്മിറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ വിത്തിൻ 1 വീക്ക്, അല്ലെങ്കിൽ ദ ഡേ ഇറ്റ്സെൽഫ്. അന്ന് തന്നെ ചിലപ്പോൾ ബയോഡേറ്റ അയക്കേണ്ട ചില വേക്കൻസീസും ഉണ്ടായിരിക്കും. അർജന്റ് ആണ്, കാരണം അധികം ദിവസം വൈകാനില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ CVs സെറ്റ് ചെയ്യൂ എന്നൊക്കെ ചിലപ്പോൾ ജോബ് ആസ്പിരൻസിനോട് പറയേണ്ടി വരും, അല്ലെ? തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്നേ ദിവസം തന്നെ കോൺടാക്ട് ചെയ്യും. ഇന്നൊക്കെ ഇമെയിൽ ത്രൂ ഒക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടും കാലതാമസമൊന്നും എടുക്കുന്നില്ല. സോ അങ്ങനെയുള്ളവര് പെട്ടെന്ന് തന്നെ അത് കാണുമ്പോൾ എന്ത് ചെയ്യും, അവരതിന് വേണ്ടിയിട്ട് ആ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും, അല്ലെ? അപ്പൊ എംപ്ലോയീസ് എന്താ പറയാ, ഈ ചിലപ്പോഴൊക്കെ കുറച്ച് വൈകി മതി, അല്ല അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അവർ 1-2 ദിവസമോ 3 ദിവസമോ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും CVs എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക മറ്റുള്ള ഓർഗനൈസേഷൻസിലേക്ക്. ഇനി ആ പറയുന്ന ഒരു ടൈം ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എപ്പോഴാണ് CVs സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ അതിന് ഇടയ്ക്കുള്ള ഗ്യാപ്പുകൾ, ഇതൊക്കെ നമ്മൾ നോക്കണം. അതിനുശേഷം ആ ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് വേണം CVs തരുന്ന ഡേറ്റ് ഒക്കെ ക്ലോസ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മള് CV സമർപ്പിക്കാൻ പറഞ്ഞിട്ട് വിതിൻ ഇത്ര ദിവസം, 5 days, വിതിൻ 10 days, അല്ലെങ്കിൽ വിതിൻ എ വീക്ക്, അതിനൊരു കൺസ്ട്രെയിന്റ്, ആ ഒരു ലിമിറ്റേഷൻ അവിടെ വെക്കണം. അപ്പൊ കാൻഡിഡേറ്റ് ആ ഒരു സമയം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് അവരുടെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് അർജന്റ് ആയിട്ടുള്ള നീഡ്സ് ആണെങ്കിൽ വിതിൻ ദ പർട്ടിക്കുലർ ഡേറ്റ്സ് ഓഫ് ദേ ഹാവ് ടു സബ്മിറ്റ് CV കൊടുക്കേണ്ടി വരും ആപ്ലിക്കേഷനോടൊപ്പം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ അഡ്വർടൈസ്മെന്റിൽ കൊടുക്കണം. അപ്പൊ ഏത് രീതിയിലും എംപ്ലോയീസ് നമ്മൾ കണ്ടെത്തുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കും കൂടി പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മുകളിൽ പറഞ്ഞ ഒരുപാട് സോഴ്സസിൽ നിന്ന് നമുക്ക് എംപ്ലോയീസിനെ നമുക്ക് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്പർ ഓഫ് വേക്കൻസീസിനേക്കാളും ഏകദേശം ഒരു എന്താ പറയാ 40-50, ഇപ്പൊ 10 പേരുടെ ഒഴിവാണെങ്കിൽ 40-50. ദാറ്റ് മീൻസ് നമുക്ക് ആ ഒരു റേഷ്യോ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ 10ന്റെ ഒരു 4 times, അല്ലെ? 40 എന്നല്ലേ അവർ പറഞ്ഞേക്കണേ, 10ന്റെ ഒരു 4 ഇരട്ടി അത്രയെങ്കിലും ആപ്ലിക്കേഷൻസ് വന്നിരിക്കണം. അതിനെക്കുറിച്ച് അവിടെ സെപ്പറേറ്റ് വേറെ പറയുന്നുണ്ട് അടുത്ത പാരഗ്രാഫിൽ, അന്നേരം നമുക്ക് പറയാം അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഓൾ ദീസ് തിങ്സ്, ഈ പറയുന്ന കാര്യങ്ങൾ ആപ്ലിക്കേഷനോടൊപ്പം നമ്മൾ സ്വീകരിക്കുമ്പോൾ അതർ പാരാമീറ്റേഴ്സ്, കുറച്ച് മറ്റ് പാരാമീറ്റേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി, ബേസിക് സാലറി, അതുപോലെ ജോയിനിങ് ടൈം ഓൾസോ വിൽ ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഇതൊക്കെയാണ് ആ ഒരു വലിയ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നുണ്ട് അവര്. നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ നോട്ടീസ് ബോർഡിൽ ഇട്ടു, എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്കിൽ ആളുകളെ സെലക്ട് ചെയ്യുന്നു, റെഫറൻസ് വഴി, ഇതൊക്കെ എന്ത് ചെയ്യും, ഈ കിട്ടുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ഏതൊക്കെ രീതിയിലാണ് ആപ്ലിക്കേഷൻസ് നമ്മൾ കൊടുക്കാൻ വേണ്ടി അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത്, ഇവിടുത്തെ എല്ലായിടത്തും എന്ത് ചെയ്യും, ഈ ഡാറ്റാസ്, ബയോഡാറ്റാസ് ഒക്കെ ആപ്ലിക്കേഷൻസ് ഒക്കെ കമ്പൈൽ ചെയ്തെടുക്കും, കളക്ട് ചെയ്യും, എന്നിട്ട് നോക്കും, എണ്ണം നോക്കും. നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ വേക്കൻസിയുടെ എത്ര ഏതൊരു റേറ്റിലാണ് വന്നേക്കണേ, ആ റേഷ്യോ എത്ര വേക്കൻസി ഉണ്ടായി, 100ന്റെ 4 ഇരട്ടിയെങ്കിലും എന്ത് കിട്ടണം, നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടണം. അപ്പൊ 400 ആപ്ലിക്കേഷനെങ്കിലും കിട്ടിയാലാണ് വി ക്യാൻ എന്താ പറയാ ഷോർട്ട് ലിസ്റ്റ് ഇറ്റ് ഈസിലി. ആ HR ഡിപ്പാർട്ട്മെന്റിന് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാൻ എളുപ്പം. കാരണം നമുക്ക് വേക്കൻസി ഫില്ല് ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളുണ്ട്. അതാണ് പറഞ്ഞ പാരാമീറ്റേഴ്സ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ സാലറി, അവരുടെ ജോയിനിങ് ടൈം, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുക. സോ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അത് HR ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ഒക്കെ ആയിരിക്കും ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുന്നത്, കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനുശേഷം എന്താ പറയാ നമ്മുടെ ആ CV സബ്മിറ്റ് ചെയ്യേണ്ട ലൈൻ ക്ലോസ് ചെയ്യുന്നു. എന്നുവെച്ചാൽ ഇത്ര ഡേറ്റ് വരെയാണ് അഡ്വർടൈസ്മെന്റ് അവിടെ ക്ലോസ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റിംഗ് ഒക്കെ നടത്തി നമുക്ക് ആവശ്യത്തിനുള്ള എംപ്ലോയീസിന്, അവർക്ക് ഓഫീസേഴ്സിന് അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു പ്രൊസീജിയർ പിന്നീട് സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആണോ? വലിയ പാരഗ്രാഫാണ്, പക്ഷെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണോ? പാരഗ്രാഫ് വായിച്ചു നോക്കാൻ ഞാൻ സമയം തരാം, പക്ഷെ അതിന് മുമ്പ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് നമുക്ക് സമയം പോകും. ഒന്നാമത്തേത് അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ഇതാണ് കേട്ടോ. പറയാം, ഇത് സെന്റൻസ് ഇവിടെയാണ്.
those who are in urgent need of placement. അർജന്റ് ഏകദേശം ആ ഒരു പാരഗ്രാഫിന്റെ ഒരു പകുതി ഭാഗത്താവുമ്പോ those who are in urgent need of placement, എത്രയും പെട്ടെന്ന് പ്ലേസ്മെന്റ് ആഗ്രഹിക്കുന്ന ആളുകള് എന്ത് ചെയ്യും? സ്റ്റാർട്ട് സെൻഡിങ് their CVs from day first itself, day one itself. അതായത് വേഗം തന്നെ അർജന്റ് ആണ്, എന്താ പറയാ, ഈ വേക്കൻസി അർജന്റ് ആണ്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പ്ലേസ്മെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ അഡ്വർടൈസ്മെന്റ് കാണുന്ന മാത്രമേ നമ്മൾ നമ്മുടെ CV സെൻഡ് ചെയ്ത് തുടങ്ങും അല്ലെ. അതാണ് പറഞ്ഞിരിക്കുന്നത്. those who are in urgent need of placement. സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ചില ആൾക്കാരുണ്ട് അത്ര പെട്ടെന്നൊന്നും റെസ്പോണ്ട് ചെയ്യില്ല, 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് CV അയച്ചാൽ മതി എന്ന് അറിയുന്ന ആളുകളുണ്ട്. അതെന്താണെന്നറിയോ? അത് ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിട്ട്, നിലവിൽ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്യാം. ബിസി ആയിരിക്കും അവർക്ക്. അപ്പൊ ബിസി ആണെങ്കിൽ വെയിറ്റ് ഫോർ 1 or 2 days, couple of days എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അവർ വെയിറ്റ് ചെയ്യും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ബിസി എംപ്ലോയീസ് who are looking for a change. അവരുടെ ജോലിയിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാര് ആണെങ്കിൽ അവർ ചിലപ്പോ കുറച്ച് ദിവസത്തേക്ക് വേറെ ഒരു കപ്പിൾ ഓഫ് ഡേയ്സ് അഡ്വർടൈസ്മെന്റിന് ശേഷം 2 ദിവസം കൂടിയൊക്കെ വെയിറ്റ് ചെയ്യും. അതാണ് പറഞ്ഞേക്കണേ. എന്നിട്ടാണ് അവര് CV രജിസ്റ്റർ ചെയ്തുള്ളൂ. സെന്റൻസ് കണ്ടോ? ലൈക്ക് വൈസ് ബിസി എംപ്ലോയീസ്. ലൈക്ക് വൈസ് എന്നുള്ള വേർഡ് വേണ്ട, അത് കഴിഞ്ഞിട്ട് ബിസി എംപ്ലോയീസ്. കണ്ടോ നിങ്ങള്? ആവശ്യമുള്ള സെന്റൻസുകളൊക്കെ നമുക്ക് അണ്ടർലൈൻ ചെയ്താൽ മതി. വലിയ പാരഗ്രാഫ് ഒക്കെ വരുമ്പോ കുറെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ തിരക്കുള്ള എംപ്ലോയീസ് ആണെങ്കിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ഈ ജോലി വേണ്ട, എനിക്ക് വേറൊരു ജോലി വേണം. അപ്പൊ പരസ്യം കണ്ടു, അപ്പോഴാണ് നിലച്ചിരിക്കുമ്പോ ആ ഒരു പരസ്യവും കണ്ടു. ഓക്കെ, ഇതൊന്ന് അപ്ലൈ ചെയ്യാം. പക്ഷെ എങ്കിലും എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് ചെയ്യില്ല. അവര് കുറച്ച് 1-2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യുന്നത് അതൊരു സ്വാഭാവികമായ കാര്യം പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ പിന്നെന്താ, ഇനി ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇഫ് വി ഇന്റന്റ് ടു ഗെറ്റ് ഓൾ ദ ക്രൈറ്റീരിയ ഓഫ് കാൻഡിഡേറ്റ്സ്. ഇപ്പൊ കാൻഡിഡേറ്റ്സ്, അതായത് ആപ്ലിക്കേഷന് വേണ്ടി അയക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയാ, അവരുടെ ഡീറ്റെയിൽസ് മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് അറ്റ്ലീസ്റ്റ് 10 to 15 days ടൈം ടു ഫ്രെയിം ദ ക്ലോസിംഗ് ഓഫ് അഡ്വർടൈസ്മെന്റ്. ആ ഒരു അവിടെ വരെ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞത് വരെ മതി. If we intend to get all the criteria of candidates, we have to provide at least 10 to 15 days. അതായത് അഡ്വർടൈസ്മെന്റ് ക്ലോസ് ചെയ്യാനായിട്ടേ ഒരു ഏകദേശം ഒരു 10-15 ദിവസമൊക്കെ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് ഒരു 10-15 ദിവസം ഗ്യാപ്പ് കൊടുക്കണം. കാരണം അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഈ CV-യുടെ കൂടെ വെക്കേണ്ടതുണ്ടായിരിക്കുമല്ലോ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കളക്ട് ചെയ്ത് എടുത്ത് എല്ലാം ഓക്കെ ആക്കി കറക്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇച്ചിരി ഗ്യാപ്പ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. 10-15 ദിവസം ഗ്യാപ്പ് കൊടുക്കണം. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേക്കാം. മറ്റേത് നമ്മളുടെ സോഴ്സസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കമ്പൈലേഷൻ ഓഫ് ആപ്ലിക്കേഷൻസ്. എവിടെയൊക്കെ ഒരു ഓർഗനൈസേഷനിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടോ അതെല്ലാം കമ്പൈൽ ചെയ്യുന്നു. കമ്പൈൽ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി HR ഓഫീസർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനാണ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Compilation of applications received from various sources for which designation will be the duty of HR officer or executive. Underline ചെയ്തോ? ഓക്കെ. അടുത്തത് ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ കുറെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കും. നമ്മൾ ഷോർട്ട് ലിസ്റ്റിംഗ് കുറച്ച് മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ്. അതെന്താണെന്ന് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അന്നേരം അവിടെ എഴുതി ഷോർട്ട് നോട്ട് പോലെ തരാതിരുന്നത്. എന്താണ് ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അതായത് കുറെ ആപ്ലിക്കേഷൻസ് വരുമ്പോ എങ്ങനെ അതിനെ, നമുക്കറിയാം ഒരു 10 വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു 100 or 400 ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് വേണ്ട ആ 10ലേക്ക് നമ്മൾ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുന്നേ, കുറച്ചായിട്ട് എടുക്കുന്നത്. ആ രീതിയിൽ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഹെഡില് നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇതുവരെയുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അതായത് നമ്മൾ എംപ്ലോയീസിനെ എങ്ങനെ അക്വയർ ചെയ്യുന്നു അതിന്റെ ഓരോ പോയിന്റും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 1 പോയിന്റ് വൈസും നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. ABCDEFGH വരെ അഡ്വർടൈസ്മെന്റ് വരെ ആ ഓരോ രീതിയും അതിന്റെ എക്സ്പ്ലനേഷൻസും തന്നിട്ടുണ്ട്. ഒന്നുകൂടിയൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുക. സിമ്പിൾ ആണ്, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. പിന്നെ കൂടുതൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത സെന്റൻസും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ.
ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. വായിച്ച് നന്നായിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, സോ സി യു. അടുത്ത ദിവസം കാണാം. ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ കാണാം. ഓക്കെ, താങ്ക് യു. ബൈ. യെസ്, താങ്ക് യു മാം. ക്ലാസ്സുകളൊക്കെ നന്നായി പോണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഏതെങ്കിലും ക്ലാസ്സുകളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഓക്കെ ഓക്കെ, സി യു. എന്ത് കാര്യത്തെ കുറിച്ചാണെങ്കിലും നമ്മളോട് പറയുക, എന്നാലേ നമുക്ക് അറിയുള്ളൂ. യെസ്.